ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ചായക്കടയിലൊക്കെ കിട്ടുന്ന റവ കേക്ക് അഥവാ വെട്ട് കേക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു വെട്ട് കേക്ക് തയ്യാറാക്കാനായിട്ട് 2 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തെടുത്ത് നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പഞ്ചസാരയൊന്ന് പൊടിച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്ത് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4-5 ഏലക്ക അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഏലക്ക പൊടിയോ ചേർത്ത് കൊടുത്ത് നല്ല പോലെ നൈസായിട്ട് തന്നെ നമുക്കിത് പൊടിച്ചെടുത്ത് വരാം. പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഈ എഗ് മിക്സ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മൈദയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഓപ്ഷണലാണ്. അതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. വെട്ട് കേക്കിന് നല്ല കളർ കിട്ടാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി കുഴച്ചെടുക്കാം. മാവ് നല്ല ടൈറ്റായിട്ടാണ് നമുക്ക് വേണ്ടത്. മാവ് ലൂസാണെങ്കിൽ കുറച്ച് മൈദ ചേർത്ത് കുഴച്ചെടുക്കാം. മാവ് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ചപ്പാത്തി റോൾ വെച്ച് പരത്തിയെടുക്കാം. ഇനി ഇത് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കാം. ആദ്യം നീളത്തിൽ മുറിച്ചെടുക്കാം. പിന്നെ ഇതുപോലെ കുറുകെ മുറിച്ചെടുക്കാം. ഇനി ഓരോ പീസായി എടുത്ത് ഒന്ന് കൈ കൊണ്ട് ഷേപ്പ് ചെയ്തെടുത്ത ശേഷം വെട്ടിട്ട് കൊടുക്കാം. വെട്ട് കേക്ക് നല്ല ഷേപ്പ് കിട്ടാനും ഉൾവശം നന്നായി വെന്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെട്ടിട്ട് കൊടുക്കുന്നത്. അതിനായി ഓരോ പീസും എടുത്ത് ഒരറ്റത്ത് 1/4 ഭാഗത്തോളം ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. ഒരു ഭാഗം മാത്രം ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. മറ്റേ ഭാഗം ഇങ്ങനെ വരഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ പീസും ഇങ്ങനെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ നന്നായി ചൂടാവാൻ വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല പോലെ ചൂടായി വന്നാൽ ഓരോ പീസായി എണ്ണയിലിട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് സാവധാനം ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതിനടുത്തുള്ള ബെല്ലൈക്കണ് അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.